പാർട്ടി പരിപാടികളിലെ അവഗണനയിൽ അതൃപ്തി പരസ്യമാക്കി ഡോക്ടർ ശശി തരൂർ MP. പറയാനുള്ളത് പാർട്ടിയിൽ പറയും. മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ ശരിയും തെറ്റുമുണ്ട്. ഡൽഹി യോഗങ്ങളിൽ പങ്കെടുക്കാൻ പറ്റില്ലെന്ന് നേതൃത്വത്തെ നേരത്തെ അറിയിച്ചിരുന്നതായും തരൂർ കോഴിക്കോട് പറഞ്ഞു. നോക്കൂ, എനിക്ക് പറയാനുള്ളതല്ല ഞാൻ പാർട്ടി നേതൃത്വത്തോട് നേരിട്ട് പറയണം നല്ലത്. നിങ്ങൾ പല കാര്യങ്ങളും എഴുതിയ മാധ്യമത്തിൽ അതിൽ ചില കാര്യങ്ങൾ ശരിയായിരിക്കും, ചില കാര്യങ്ങൾ ശരിയായിരിക്കില്ല. ഞാൻ അതിനെക്കുറിച്ച് ഇവിടെ പബ്ലിക്ലി ചർച്ച നടക്കുന്നത് ശരിയല്ല. ഞാൻ പോയില്ല, ഞാൻ പാർട്ടി നേതൃത്വത്തെ നേരത്തെ അറിയിച്ചു ഞാൻ വരുന്നില്ല എന്ന്. എനിക്ക് എന്തായാലും ഇവിടെ വാക്ക് കൊടുത്തായിരുന്നു, ഇതിനെ ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് വരേണ്ടിയിരുന്നു. പക്ഷേ ഞാൻ ഉറപ്പുമായിട്ട് പാർലമെൻറ്റിലെ എല്ലാ വിധത്തിലും പങ്കെടുക്കുമ്പോൾ പാർട്ടിയെ ആ സമയത്ത് കാണാൻ നേതൃത്വത്തിന്. പക്ഷേ എനിക്ക് പറയാനുള്ളത് പാർട്ടിയുടെ അകത്ത് തന്നെ പറയണം നല്ലത്, മാധ്യമക്കാരുടെ മുമ്പിലല്ല. തരൂരിന് അതൃപ്തിയില്ലെന്നാണ് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഡോക്ടർ ശശി തരൂർ രാഷ്ട്രീയ നേതാവ് മാത്രമല്ല, എഴുത്തുകാരനും ഗ്രന്ഥകാരനുമാണെന്നും രമേശ് ചെന്നിത്തല. ശ്രീ ശശി തരൂർ പൂർണ്ണമായിട്ടും എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളോടൊപ്പം ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം, ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അദ്ദേഹം ഇന്നലെ വരാതിരുന്നത് പ്രതിഷേധിച്ചൊന്നുമല്ല, കോഴിക്കോട് മീറ്റിംഗാണ്. അദ്ദേഹത്തിന് നേരത്തെ ഏറ്റ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ശ്രീ ശശി തരൂർ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു ഭാഗമാണ്, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ ഭാഗമാണ്. ഒരു പ്രയാസം അദ്ദേഹം കൂടെ ഉണ്ടല്ലോ, ഞങ്ങളുടെ കൂടെ ഉണ്ട്. അതേസമയം കൊച്ചിയിലെ മഹാപഞ്ചായത്ത് പരിപാടിയിൽ അവഗണിച്ചെന്ന ഡോക്ടർ ശശി തരൂർ MP.യുടെ ആരോപണം കോൺഗ്രസ് നേതൃത്വം തള്ളുകയാണ്. അവഗണിച്ചു എന്നത് ശശി തരൂരിന്റെ തോന്നൽ മാത്രമെന്നും അവഗണന ഉണ്ടായിട്ടില്ലെന്നും രാഹുൽ ഗാന്ധി കേരള നേതാക്കളുടെ യോഗത്തിൽ അറിയിച്ചു. അച്യുതൻ ചേരുന്നുണ്ട് ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, കഴിഞ്ഞ ദിവസം യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നില്ല, സാന്നിധ്യം അതുവഴി ചർച്ചയാകുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ഇന്ന് പുറത്തു വരുന്നുണ്ട്. പറയേണ്ടത് പാർട്ടിക്കുള്ളിൽ പറയുമെന്നാണ് ഇപ്പോൾ ഡോക്ടർ ശശി തരൂർ പറയുന്നത്. എങ്ങനെയാണ് തരൂരിന്റെ ഈ നിലപാടിനെ AICC നേതൃത്വം വിലയിരുത്തുന്നത്? അച്യുതൻ. ഉന്മേഷ്, ഇന്നലെയായിരുന്നു KPCC ഹൈക്കമാൻഡ് ചർച്ച കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളുമായി ബന്ധപ്പെട്ട ഡൽഹിയിൽ നടന്നത്. ഇതിൽ ശശി തരൂർ ആയതോടുകൂടിയാണ് ഈ ഒരു ചർച്ചകൾ വീണ്ടും തുടക്കമിട്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ അല്പം മുൻപ് ശശി തരൂർ പ്രതികരിച്ചപ്പോൾ പറഞ്ഞത് തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അത് പാർട്ടിക്കുള്ളിൽ പറയും, അത് പൊതുയിടങ്ങളിൽ പറയേണ്ട ആവശ്യമില്ല. മാധ്യമങ്ങളിൽ വരുന്നതിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ നിലവിൽ അദ്ദേഹത്തിനുള്ളിലുള്ള അതൃപ്തി അത് അദ്ദേഹം പരോക്ഷമായെങ്കിലും പ്രകടമാക്കുന്നുണ്ട്. എന്തായാലും അത് പാർട്ടിക്കുള്ളിൽ പറയുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഈ കൊച്ചിയിൽ നടന്ന മഹാപഞ്ചായത്തിൽ ശശി തരൂരിനെ അവഗണിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാഹുൽ ഗാന്ധി സംസ്ഥാന നേതാക്കളോട് പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ അവഗണിച്ചു എന്നുള്ളൊരു തോന്നൽ അത് ശശി തരൂരിന്റെ മാത്രം ഒരു തോന്നലാണ്, അദ്ദേഹത്തെ അവഗണിച്ചിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നു. തനിക്ക് ലഭിച്ച ലിസ്റ്റിൽ ശശി തരൂരിന്റെ പേരില്ലായിരുന്നു, അതുകൊണ്ടാണ് ആ പേര് പറയാത്തതെന്നും രാഹുൽ ഗാന്ധി വിശദീകരിക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ എന്തുകൊണ്ടാണ് ശശി തരൂർ ഈ യോഗത്തിൽ പങ്കെടുക്കാത്തതെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം മുൻകൂട്ടി ചില പരിപാടിയിൽ പങ്കെടുക്കാനുള്ള കാര്യം നേതൃത്വത്തെ അറിയിച്ചിരുന്നു എന്ന് പറഞ്ഞ് ഇതിൽ നിന്ന് തടിതപ്പുന്ന ഒരു അവസ്ഥയാണ് ഉള്ളത്. മറിച്ച് ഇന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞത് അദ്ദേഹം ഒരു ഫുൾ ടൈം പൊളിറ്റീഷ്യൻ അല്ല, മറിച്ച് അദ്ദേഹം എഴുത്തുകാരനും ഗ്രന്ഥകാരനുമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള തിരക്കുകളും അദ്ദേഹത്തിന് കാണും എന്നുള്ളത് പറയുന്നു. ഒപ്പം തന്നെ ഭാവിയിലെ പരിപാടികളിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം പ്രതീക്ഷിക്കാം എന്നാണ് പറയുന്നത്. അപ്പോഴും കോൺഗ്രസിന് ഒരു ഉറപ്പ് പറയാൻ, ശശി തരൂരിന്റെ കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വയനാട് ലക്ഷ്യ ക്യാമ്പിൽ ശശി തരൂർ നേതാക്കളുമായുള്ള ചിത്രങ്ങളെല്ലാം പങ്കുവച്ചപ്പോൾ ഈ പാർട്ടിയുമായി ഉണ്ടായിരുന്നൊരു അകൽച്ച അത് പരിഹരിക്കപ്പെട്ടു എന്നൊരു സന്ദേശമായിരുന്നു ഉണ്ടായത്. പക്ഷേ കൊച്ചിയിലെ മഹാപഞ്ചായത്തിലേക്ക് വന്നപ്പോൾ അവിടെ ശശി തരൂരിനെ ഈ നേതൃത്വം ഇത്തരത്തിൽ അടുപ്പിക്കാത്തത് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുണ്ടായ മറ്റ് സംഭവങ്ങൾ അതിൽ ശശി തരൂർ അതൃപ്തി ഉണ്ടാവുകയാണ് ചെയ്തത്. കാരണം രാഹുൽ ഗാന്ധി വേദിയിലേക്ക് എത്തുന്നു, അദ്ദേഹത്തിന്റെ പേര് പരാമർശിക്കുന്നില്ല. ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി എത്തുന്ന വേളയിലായിരുന്നു ശശി തരൂരിന്റെ ഈ ഒരു സംഭാഷണം നടന്നത്. അപ്പോൾ അദ്ദേഹം അത് പകുതിക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായതും ഒപ്പം തന്നെ ഈ പ്രവർത്തക സമിതിയിൽ ഇല്ലാത്ത പല അംഗങ്ങൾ അധിക നേരം സംസാരിച്ചതുമൊക്കെ ശശി തരൂരിനുള്ളിൽ ഒരു അതൃപ്തി ഉണ്ടാക്കി എന്ന് തന്നെയാണ് പുറത്തുവന്ന വിവരങ്ങൾ. എന്തായാലും നിലവിൽ ഇപ്പോൾ ശശി തരൂർ പറയുന്നത് പറയേണ്ട കാര്യങ്ങൾ പാർട്ടിക്കുള്ളിൽ പറയാം, മറിച്ച് ഈ മാധ്യമങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ ശരിയുമുണ്ട് തെറ്റുമുണ്ട് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണമാണ് തരൂർ നടത്തിയിരിക്കുന്നത്. അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.